എൻ.എം. വിജയൻ ആത്മഹത്യ ചെയ്തപ്പോൾ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വച്ചിരുന്നത് 10 ദിവസത്തിനകം ഈ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ആ കത്ത് പുറത്തു വിടണമെന്നാണ്. ആ മനുഷ്യൻ്റെ ആത്മാർത്ഥത ഉണ്ടല്ലോ, ആ ഒരു ശുദ്ധ മനസ്സ്, അത് കാണാൻ പോലും ഈ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞിട്ടില്ല. റജി, ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. സിദ്ദിഖ് ചേർന്ന് എഴുതിയ കരാർ ജൂൺ 30-നകം കരാറിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. ഒരു പരിഹാരം ഉണ്ടായില്ല. ആ കരാർ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? എന്തിനാണ് സിദ്ദിഖ് ഇങ്ങനെ ഈ കരാർ വലിച്ചു കീറി കളഞ്ഞത്? നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ആ കരാറിൽ എന്താണ് എഴുതി വെച്ചിരുന്നത്? ഈ പണം കൊടുക്കാം, 2,60,00,000 രൂപയും അതിന് ഇടപാട് തീർത്തു കൊടുക്കാം, പട്ടയം ബാങ്കിലിരിക്കുന്ന പണയ വസ്തു തിരികെ എടുത്തു കൊടുക്കാം. ഒരു കാര്യം നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇതിന് ചതിയെന്നോ ക്രൂരതയെന്നുമല്ല, അതിനും അപ്പുറത്തേക്കൊരു പദമാണ് കണ്ടുപിടിക്കേണ്ടത്. ആ കരാറിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ശ്രീ റജി? നോക്കൂ, ആ കരാർ സംബന്ധിച്ചുള്ള വിശദാംശം ഇന്ന് ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സണ്ണി ജോസഫ് അദ്ദേഹം അത് സംബന്ധിച്ച് വിശദീകരണം കേരളീയ പൊതുസമൂഹത്തോട് നൽകിയുണ്ടായി. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി നേതൃത്വം ആ കുടുംബത്തെ ചേർത്ത് നിർത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്, അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെന്നുമാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു അന്തിമ ഒരു തീരുമാനം എടുക്കുന്നത് വരെയുള്ള ഒരു സാവകാശമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോഴത്തേത്. പിന്നെ ഇത്തരം ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനെ അങ്ങേയറ്റം കടന്നാക്രമിക്കുന്ന ബഹുമാന്യനായ റജീൽ വക്കോസ് അദ്ദേഹമൊക്കെ നടത്തുന്നത്, നോക്കൂ, സ്വന്തം ഭാഗത്തുള്ള വീഴ്ചകൾ മറക്കരുത്. പത്തനംതിട്ട ജില്ലയിലെ നാറാണമൂഴിയിലെ ഒരു ഹൈസ്കൂൾ അധ്യാപികയുടെ 12 വർഷത്തെ കുടിശ്ശിക ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും നൽകിയില്ല. അവസാനം അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അതിനുശേഷമാണ് ആ തുക അനുവദിക്കുവാനുള്ള ശ്രമം നടത്തിയത്. ഈ ആത്മഹത്യകളുടെ കണക്ക് നോക്കിയാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പലതുണ്ടാവും. പക്ഷേ ഇവിടെ ഈ പുൽപ്പള്ളിയിലെ സംഭവത്തിൽ അധ്യാപികയുടെ ഭർത്താവിന്റെ മരണവും ഇതുമായി കൂട്ടിക്കെട്ടുന്ന അത് ഉദ്യോഗസ്ഥ സംവിധാനത്തിലുള്ള പിഴവെന്ന് സംബന്ധിച്ച് അന്വേഷണത്തിൽ റിപ്പോർട്ട് അടക്കം വരികയും ചെയ്യുന്നത്. ഇവിടെ ഉയർന്ന പ്രശ്നം എന്താണ്? വയനാട്ടിൽ മാത്രം താങ്കളുടെ പാർട്ടിയിലെ 5 പേരാണ്, 5 പ്രവർത്തകർ, യഥാർത്ഥ കോൺഗ്രസ്സുകാർ ആത്മഹത്യ ചെയ്തു. അതിലൊരു കുടുംബം നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നു, പ്രിയങ്ക ഗാന്ധിയെ കാണണമെന്ന് പറയുന്നു. പ്രിയങ്ക ഗാന്ധിയെ സമ്മതിക്കാൻ അവർ കാണാൻ അനുവദിക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധിയാണ് നിങ്ങളുടെ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന നേതാവെന്നുള്ള അർത്ഥത്തിൽ പറയുന്ന നെഹ്റു കുടുംബത്തിലെ പ്രിയങ്ക ഗാന്ധി, വയനാടിനെ പ്രതിനിധീകരിക്കുന്ന, മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധിക്കടക്കം കത്തെഴുതി വെച്ചു. എന്തെങ്കിലും നടപടിയെടുത്തോ? എന്നിട്ട് ന്യായം പറയുന്നത് എങ്ങനെയാണ് ശ്രീ റജി? ഇങ്ങനെ ഒരു കുടുംബം നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ അന്വേഷണം, KPCCയുടെ അന്വേഷണം വരട്ടെ. 5 കുടുംബമാണ്, ആ കുടുംബമാണ് ഇപ്പോഴും നരകിക്കുന്നത്. 5 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. അതിന് ഇത്തരം മുട്ടാപ്പോക്ക് ന്യായങ്ങൾ കൊണ്ട് എങ്ങനെ ന്യായീകരിക്കാനും സാധൂകരിക്കാനും കഴിയും ശ്രീ റജി? നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മുടെ സംസ്ഥാനം നേരിടാൻ പോവുകയാണ്. ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനുശേഷം സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും വരുന്നു. ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് പുൽപ്പള്ളി വിഷയത്തിലൊക്കെ തന്നെ CPM കഴിഞ്ഞ ദിവസം അവിടെ വലിയ പ്രചരണവും പ്രതിഷേധ സംഗമങ്ങളും ഒക്കെ സംഘടിപ്പിച്ചത്. സംഗമങ്ങളുടെ ഭാഗമായി ഈ കുടുംബത്തെ ഈ ജോസ് നല്ലടം എങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് വന്നത്? എങ്ങനെയാണ് തങ്കച്ചൻ കള്ളക്കേസിൽപ്പെട്ടത്? ഏതെങ്കിലും തരത്തിൽ CPMന്റെ ഇടപെടലാണോ? മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇടപെട്ടതാണോ? ജോസ് നല്ലടൻ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്? എങ്ങനെയാണ് തങ്കച്ചൻ ജയിലിനകത്ത് പോകുന്നത്? ആരാണ് അതിന്റെ കുറ്റക്കാർ? CPM ആണോ അതിന്റെ പിന്നിലെ ഉണ്ടായിരുന്നത്? എന്തുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുവാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല? ഒരു വ്യക്തിയുടെ വീടിൻ്റെ കാർ പോർച്ചിൽ, അത് റോഡിൽ നിന്നുകൊണ്ട് ഒരുത്തർ വേണമെങ്കിൽ അവിടെ എറിഞ്ഞ് അവിടെ വയ്ക്കാമല്ലോ. ഞാനൊരു സംശയം പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ പോലീസ് സംവിധാനത്തിനുള്ളിൽ. അപ്പോൾ കുറ്റവാളികളെ കണ്ടെത്തണം, അവരെ നിയമത്തിന് മുമ്പാകെ കൊണ്ടുവരണം. അതിനാരും എതിരല്ലോ. ഒരു കോൺഗ്രസ് പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഒരു നിരപരാധി ആണെന്ന് ബോധ്യപ്പെടാനും 17 ദിവസത്തിന് ശേഷം പുറത്തു വരാനും കഴിഞ്ഞത്.